വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബദാം പുഡിങ്ങാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്താഷ്യോസും അല്പം ഗ്രീൻ കളറിലുള്ള മെലോൺ സീഡ്സും ചേർത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് പ്ലെയിനായിട്ട് ഉണ്ടാക്കിയാൽ തന്നെ വളരെ ടേസ്റ്റാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിനു വേണ്ടി ചൈന ഗ്രാസ് കുതിർത്ത് വെക്കാം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കയ്യിലെടുക്കുകയാണെങ്കിൽ ഒരു കൈ നിറയെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇത് കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നോളൂ. വെള്ളം കുറവാണ്, അല്പം കൂടി ഒഴിക്കാം. ഈ ചൈന ഗ്രാസ് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് അരമണിക്കൂറിന് ശേഷം അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ബാദാം, അതായത് 1 കപ്പ് ബാദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബാദാമാണിത്. ഇനി നമുക്ക് ഈ ബാദാമിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. വെള്ളത്തിൽ കുതിർത്തത് കൊണ്ട് തന്നെ തൊലി പെട്ടെന്ന് ഇളകി വരും. ഇതുപോലെ മുഴുവൻ ബാദാമിൻ്റെയും തൊലി കളഞ്ഞു വെക്കാം. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിലിട്ട് വെക്കണം, എന്നാലേ നമുക്കിത് പെട്ടെന്ന് തൊലി കളയാൻ കഴിയുള്ളൂ. നമുക്ക് 3 മണിക്കൂറൊന്നും കുതിർത്ത് വെക്കാൻ സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെ നല്ല തിളക്കുന്ന വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി വരും. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ച് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇത് ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയുള്ളൊരു ബദാം മിൽക്കാണ്. ഞാൻ ഇതിലേക്ക് ഇനി 2 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ 3 കപ്പ് പാല്, അതായത് ബദാം അരക്കുമ്പോൾ നമ്മൾ 1 കപ്പ് ചേർത്തിരുന്നല്ലോ. പൊതുവെ സാധാരണ മിൽക്ക് പുഡിങ്ങിലൊക്കെ 2 കപ്പ് പാലിനാണ് 10 ഗ്രാം ചൈന ഗ്രാസ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ 3 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബദാം ആയതുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും ഇതിന്. അതുകൊണ്ടാണ് ഇവിടെ 3 കപ്പ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 മില്ലി ലിറ്ററിൻ്റെ കപ്പാണ്. ആ കപ്പിൽ 2 കപ്പ് പാലും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നമ്മളിതിൻ്റെ ലാസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർക്കും, അതുകൊണ്ട് തന്നെ പഞ്ചസാര 6 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ബദാം ചേർത്തതായതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ അടിയിൽ പിടിക്കും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കൂടുതൽ സമയം വേവിക്കൊന്നും വേണ്ട, ഒന്ന് തിളക്കുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിവിടെ നന്നായി തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനി അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും, നമ്മൾ കുതിർത്ത് വെച്ചതായതുകൊണ്ട്. കുതിർത്ത് വെക്കാത്ത ചൈന ഗ്രാസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും മെൽറ്റ് ആവാൻ. ഇതിവിടെ ഇപ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബദാം മിൽക്കിലേക്ക് ചേർക്കണം. ആ സമയത്ത് ബദാം മിൽക്കും നല്ല ചൂടുണ്ടാവണം. തണുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചേർക്കണ്ട, അതൊന്നുകൂടി ചൂടാക്കി എടുത്തിട്ട് ചേർത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ചൈന ഗ്രാസ് അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ച് കിടക്കും. രണ്ടും നല്ല ചൂടുണ്ടായിരിക്കണം. ഇതിവിടെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബദാം മിൽക്കിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. ഇത് തണുത്തിട്ടാണ് ഉള്ളെങ്കിൽ ഒന്നുകൂടി ചൂടാക്കി എടുക്കണം. ഇതിപ്പോൾ അല്പം ചൂടുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ ചൈന ഗ്രാസ് ഒഴിക്കുകയാണ്. മെൽറ്റ് ചെയ്ത് ചൈന ഗ്രാസ് മുഴുവനായിട്ട് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം.
ചില ആളുകൾ ഈ ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നത് കാണാം. പക്ഷെ നന്നായിട്ട് മെൽറ്റായ ചൈന ഗ്രാസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി. ചൈന ഗ്രാസും ബദാം മിൽക്കും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടിൻ മിൽക്ക് മെയ്ഡ് ചേർക്കാം. സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് 395 ഗ്രാമുള്ള ഒരു ടിന്നിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ ചേർക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഇതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ നല്ല മധുരം ഉണ്ടാവും. പുഡിങ്ങിന് മധുരം ഇല്ലെങ്കിലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം മധുരം ഉണ്ടാവണം. മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാം. ഞാൻ പകുതി ഒഴിച്ചിട്ട് അല്പം പിസ്താഷ്യോസ് ഇട്ടതിന് ശേഷമാണ് ബാക്കി പകുതി ഒഴിക്കുന്നത്. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ മുഴുവൻ ഒന്നിച്ച് തന്നെ ഒഴിച്ചാൽ മതി. ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ പിസ്ത കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അപ്പോൾ നമുക്ക് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം. നട്ട്സ് കഴിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ടും കൊടുക്കാം. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ 4 ഭാഗത്തും നമുക്ക് പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബദാം മിൽക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും എല്ലാ ഭാഗത്തും, അതായത് 4 സൈഡിലും പിസ്ത കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മെലോൺ സീഡ്സ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. മെലോൺ സീഡ്സ് അല്ലെങ്കിൽ പിസ്ത കട്ട് ചെയ്തതോ ബദാം സ്ലൈസ് ചെയ്തതോ ഏത് വേണമെങ്കിലും ഒന്ന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂറിന് ശേഷം ഞാൻ ഈ പുഡിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത പുഡിങ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. നമ്മൾ ജെലാറ്റിൻ ചേർത്ത പുഡിങ് ആണെങ്കിൽ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇതിന് നമുക്ക് ഒരു സ്പൂണോ കത്തിയോ വെച്ച് പുറത്തേക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബദാം പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഞാനിതിപ്പോൾ ഇവിടെ 2 വിധത്തിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. പ്ലെയിനായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കിതുപോലെ പ്ലെയിനായിട്ടും കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്